ഇറാനെതിരെയുള്ള അമേരിക്കയുടെ ആക്രമണത്തിൽ ഏറ്റവും വലിയ വിനയാകുന്നത് റഷ്യയുടെയും അതുപോലെ ചൈനയുടെയും നീക്കം തന്നെയാണ്. ഇറാനെതിരെ ആക്രമണം നടത്തിയാൽ പ്രവിശ്യ ആകമാനം വ്യാപിക്കുന്ന യുദ്ധമായിരിക്കുമെന്ന് ഇറാൻ പറഞ്ഞ സാഹചര്യത്തിൽ അമേരിക്ക ഇപ്പോൾ പെട്ടെന്ന് ആക്രമിക്കുന്നതിന് പകരം മിഡിൽ ഈസ്റ്റിലുള്ള അവരുടെ താവളങ്ങൾ, അവരുടെ താല്പര്യങ്ങൾ ഇതെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇപ്പോൾ ഇസ്രയേലിന്റെയും അതുപോലെ അന്താരാഷ്ട്ര ചാനലുകളെല്ലാം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. വാൾസ്ട്രീറ്റ് ജനറൽ തന്നെ അമേരിക്കയുടെ സൈനിക ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഈ കാര്യം പറയുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ അമേരിക്കക്ക് വലിയ തലവേദനയായിരിക്കുന്നത് ചൈനയുടെ നീക്കമാണ്. ചൈന ഇറാന് ടാർഗറ്റിംഗ് അസിസ്റ്റൻസ് നൽകുന്നു എന്നതാണ്. ഒരു രാഷ്ട്രത്തെ അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തെ ആക്രമിക്കണമെങ്കിൽ ആ ലക്ഷ്യം എവിടെയാണ് എന്ന് കൃത്യമായി ആദ്യം നിർണയിക്കണം. എങ്കിൽ മാത്രമേ ആ ലക്ഷ്യത്തിലേക്ക് ഈ മിസൈലുകൾക്ക് പാഞ്ഞു ചെല്ലാൻ കഴിയുകയുള്ളൂ. ഉദാഹരണത്തിന് പറഞ്ഞാൽ, നമ്മൾ ഒരാളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഒരാൾ പറഞ്ഞ സ്ഥലത്തേക്ക് നമുക്ക് എത്തണമെങ്കിൽ നമുക്ക് അയാൾ ഗൂഗിൾ മാപ്പിന്റെ ലിങ്ക് അയച്ചു തരണം. അത് കിട്ടുമ്പോഴാണ് കൃത്യമായ പൊസിഷനിലേക്ക് ഈ വാഹനത്തിന് എത്താൻ സാധിക്കുക. പക്ഷെ അതില്ലാതെ ഏകദേശമൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ വണ്ടി ഓടിച്ചാൽ എന്താകും സ്ഥിതി എന്ന പോലെ തന്നെയാണ് മിസൈലുകളുടെയും ആക്രമണങ്ങളുടെയും ഒക്കെ കാര്യം. അതിന് കൃത്യമായ ലക്ഷ്യസ്ഥാനം ഐഡന്റിഫൈ ചെയ്ത് നൽകേണ്ടതുണ്ട്. എന്നാൽ അവിടെ ഇറാന് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും പൂർണ്ണതയിലേക്ക് ഇറാനെ എത്തിക്കുകയാണ് ഇപ്പോൾ ചൈന ചെയ്യുന്നത്. ചൈനയുടെ ചാങ്ഗ്വാങ് സാറ്റലൈറ്റ്സ്, അതിന്റെ ജിലിൻ 1 എന്നറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട സാറ്റലൈറ്റ് ആണ്. ലോകത്തെ വളരെ കൃത്യമായി ഇമേജ് പകർത്താൻ പറ്റിയ ഒരു സാറ്റലൈറ്റ് ആണിത്. ഇതാണ് നമ്മൾ പറഞ്ഞ ഈ ഒരു സാറ്റലൈറ്റ്. ഈ സാറ്റലൈറ്റ് മുഖേന അല്ലെങ്കിൽ ഈ കമ്പനി മുഖേന മുമ്പ് ഹൂത്തികൾക്ക്, നമുക്കറിയാം ഹൂത്തികൾ ചെങ്കടലിൽ അമേരിക്കയുടെ കപ്പലുകളെ കൃത്യമായി ആക്രമിച്ചിരുന്നു. എത്രത്തോളം അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ കപ്പലുകൾക്ക് മുകളിൽ നിന്ന് പറന്നുയരാൻ വേണ്ടി തയ്യാറെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ പോലും ഒരു മുൻകൂർ ആക്രമണം ഹൂത്തികൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഹൂത്തികൾക്ക് ആരായിരുന്നു ഇതിനെല്ലാമുള്ള മാർഗനിർദ്ദേശം നൽകിയിരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് ഹൂത്തികൾ അമേരിക്കൻ കപ്പലുകളെ ടാർഗറ്റ് ചെയ്യുന്ന ആ സമയത്ത് വന്ന ഒരു വാർത്തയാണ് ഇവിടെ ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ അമേരിക്ക പറയുന്നത് ചൈനയുടെ ഈ സാറ്റലൈറ്റ് സംവിധാനങ്ങൾ ഹൂത്തികളെ, അമേരിക്കൻ വാർഷിപ്പുകൾ ടാർഗറ്റ് ചെയ്യാൻ സഹായിക്കുന്നു എന്നാണ്. സാറ്റലൈറ്റ് കമ്പനി ലിങ്ക് ടു പീപ്പിൾ ലിബറേഷൻ ആർമി, ചൈനയുടെ സൈന്യത്തോട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഈ സാറ്റലൈറ്റ് കമ്പനികൾ ഹാസ് സപ്ലൈഡ് ഇമേജ് ടു ഇറാൻ ബാക്ക്ഡ് ഗ്രൂപ്പ് ഇൻ യമൻ. യമനിലുള്ള ഇറാന്റെ ബാക്ക്ഡ് ഗ്രൂപ്പായ ഹൂത്തികൾ അവർക്ക് സാറ്റലൈറ്റ് ഇമേജുകൾ നൽകുന്നു എന്നാണ്. അത് മുഖേനയാണ് ആക്രമണങ്ങൾ വളരെ കൃത്യമായി ഹൂത്തികൾക്ക് നൽകാൻ കഴിയുന്നത് എന്നാണ്. വേറെ നമുക്ക് ന്യൂസുകൾ കാണാൻ കഴിയും. ചൈനീസ് സാറ്റലൈറ്റ്സ് ബിഹൈൻഡ് ഹൂത്തി സ്ട്രൈക്ക്. ഇതെല്ലാം മുമ്പ് വന്നതാണ്. എങ്കിൽ പോലും അന്ന് തന്നെ ചൈന ഈ കാര്യം ഇസ്രയേലിനെയും അമേരിക്കയുടെയും കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താൻ കൃത്യമായ ടാർഗറ്റിംഗ് അസിസ്റ്റൻസ് ഹൂത്തികൾക്ക് പോലും നൽകിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇറാന് എന്തായാലും അത് നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഒരു ചിത്രം ഈ സാറ്റലൈറ്റ് പകർത്തിയതാണ് എന്ന് പറയുമ്പോൾ ഇത് എത്രമാത്രം കൃത്യതയോടെയാണ് ഈ സാറ്റലൈറ്റ് ഫോട്ടോ എടുത്തത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇതിലുള്ള ഓരോ യുദ്ധവിമാനങ്ങളെയും വളരെ കൃത്യമായി കാണാൻ സാധിക്കും. അതിന്റെ റൺവേകളും എല്ലാം, റൺവേയിലുള്ള ലൈനുകൾ പോലും ഇതിൽ കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും കൃത്യതയോടെയാണ് ഈ ഇമേജുകൾ ഈ സാറ്റലൈറ്റിൽ ലഭിക്കുന്നത്. നോക്കൂ, ഇത് ഖത്തറിലുള്ള അൽ ഹുദൈദ് എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എയർബേസ് ആണ്. ഇവിടെയുള്ള പ്രതിരോധ സംവിധാനങ്ങളെല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ ചിത്രങ്ങളെല്ലാം പുറത്തുവിടുകയും ഈ ചിത്രങ്ങളിൽ പലതും അവർ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. ഇത് അമേരിക്കയ്ക്കുള്ള ഒരു വാർണിംഗ് കൂടെയാണ്. ഈ കൃത്യമായി നിങ്ങളുടെ എല്ലാ നീക്കങ്ങളെയും നമ്മൾ ഇറാനോ അല്ലെങ്കിൽ ഇറാൻ ബാക്ക്ഡ് സംവിധാനങ്ങൾക്കോ നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന സൂചന ഇതിലൂടെ ഉണ്ട്. അതോടൊപ്പം നാം ഇവിടെ ചിന്തിക്കേണ്ടത്, ഹൂത്തികൾ എന്ന് പറയുന്നത് ഒരു സായുധ സംഘം മാത്രമാണ്. പക്ഷേ എല്ലാ സംവിധാനങ്ങളുമുള്ള ഇറാനാണ് ഇത് ലഭിക്കുന്നത് എങ്കിൽ ഹൈപ്പർസോണിക് മിസൈലുകളുമായിരിക്കുന്ന ഇറാന് ഈ കാര്യങ്ങൾ കൃത്യമായി ലഭിക്കുമ്പോൾ അവരുടെ ആക്രമണങ്ങൾ ലക്ഷ്യം തെറ്റാതെ അമേരിക്കയുടെ ചലനങ്ങളെല്ലാം, അമേരിക്കയുടെ ഓരോ നീക്കങ്ങളും കൃത്യമായി അവർക്ക് ലഭിക്കുമ്പോൾ എന്തായിരിക്കും ഇറാന്റെ ആക്രമണത്തിന്റെ അനന്തരഫലങ്ങൾ എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട ഷഹദ് 129 എന്നറിയപ്പെടുന്ന ഡ്രോൺ 24 മണിക്കൂർ ഇതിന് അന്തരീക്ഷത്തിലൂടെ പറക്കാൻ സാധിക്കും. ഈ ഡ്രോണിന് ഇത് കഴിഞ്ഞ ദിവസം ഗൾഫ് ഒമാൻ കടലിലും അതുപോലെ തന്നെ ഹോർമുസ് കടലിടുക്കിലും അതോടൊപ്പം തന്നെ അറബിക്കടൽ തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം ശക്തമായ നിരീക്ഷണ പറക്കൽ പറന്നുകൊണ്ടിരുന്നു. അമേരിക്കയുടെ കപ്പൽ വ്യൂഹങ്ങളെല്ലാം നിൽക്കുന്ന
ട്രംപ് പറഞ്ഞ ആർമാടയുള്ള സ്ഥലങ്ങളെല്ലാം കൃത്യമായി ഇപ്പോൾ നിരീക്ഷിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ നീക്കങ്ങളെല്ലാം സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് റഷ്യയും ചൈനയും ഇറാനും. ഏത് സമയത്തും യുദ്ധം തുടങ്ങുന്ന ഒരു ഘട്ടത്തിൽ അവരെ കൃത്യമായി അറ്റാക്ക് ചെയ്യാൻ എന്നല്ല, യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുന്നുണ്ടോ എന്ന കാര്യം പോലും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, ഒരു മുൻകൂർ ആക്രമണം നടത്താൻ. ഇതാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമാകുന്നത്. ഈ സഹായം ഇറാന് ലഭിച്ചാൽ തീർച്ചയായും ഈ മിസൈലുകളെല്ലാം പതിക്കുന്നത് വളരെ കൃത്യതയോടായിരിക്കും. അത് അമേരിക്കക്കും ഇറാനും വലിയ രൂപത്തിലുള്ള നഷ്ടങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.